പുത്തൻ ട്രെൻഡിനൊപ്പം ദിലീപും 23 വർഷങ്ങൾക്ക് ശേഷം രാമൻകുട്ടി വരുന്നു. റിലീസിന് കല്യാണരാമൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. സമീപകാലത്തെ സിനിമ റിലീസ് ട്രെൻഡിന്റെ ഭാഗമായി ദിലീപ് നായകനായ കല്യാണരാമൻ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു. 2002-ൽ പുറത്തിറങ്ങിയ ഈ ജനപ്രിയ കോമഡി ചിത്രം 4K അറ്റ്മോസ് സാങ്കേതിക മികവോടെയാണ് എത്തുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. സമീപകാലത്ത് സിനിമ മേഖലയിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് റിലീസുകൾ. മലയാളത്തിലടക്കം ഒട്ടനവധി സിനിമകൾ ഇതിനകം പുത്തൻ സാങ്കേതിക മികവിൽ തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ മോഹൻലാൽ സിനിമകളാണ്. മോഹൻലാൽ, മമ്മൂട്ടി സിനിമകൾക്ക് പിന്നാലെ മലയാളത്തിൽ നിന്നും മറ്റൊരു നടന്റെ സിനിമ കൂടി റിലീസിന് ഒരുങ്ങുകയാണ്. ദിലീപ് നായകനായി എത്തിയ കല്യാണരാമൻ ആണ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കല്യാണരാമൻ 4K അറ്റ്മോസിൽ റിലീസ് ചെയ്യുന്നെന്ന് ദിലീപ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. വൈകാതെ സിനിമയുടെ റിലീസ് തീയതി പുറത്തുവരും. ഇക്കാര്യം അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റും ദിലീപ് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്ത് എത്തുന്നത്. മീശമാധവൻ, റൺവേ, CID മൂസ, വെട്ടം തുടങ്ങിയ സിനിമകളും റിലീസ് ചെയ്യണമെന്നാണ് കമന്റുകളിൽ ഏറെയും. 2002 ഡിസംബറിൽ റിലീസ് ചെയ്ത ചിത്രമാണ് കല്യാണരാമൻ. റാഫിയുടെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രത്തിൽ രാമൻകുട്ടി എന്ന കഥാപാത്രത്തെയാണ് ദിലീപ് അവതരിപ്പിച്ചത്. ദിലീപിനൊപ്പം കുഞ്ചാക്കോ ബോബൻ, ലാലു അലക്സ്, ലാൽ, നവ്യ നായർ, ജ്യോതിർമയി, ഇന്നസെന്റ്, സലിംകുമാർ, ബോബൻ ആലമൂടൻ, ഉണ്ണികൃഷ്ണൻ നമ്പൂരി, കൊച്ചുപ്രേമൻ തുടങ്ങി വൻ താരനിരയും അണിനിരന്നിരുന്നു. കോമഡി റൊമാന്റിക് ചിത്രമായിരുന്നു ഇത്. ലാൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ലാൽ നിർമ്മിച്ച ചിത്രം കൂടിയാണ് കല്യാണരാമൻ. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് ബെന്നി P. നായരമ്പലം ആയിരുന്നു. റിലീസ് വേർഷൻ 2026 ജനുവരിയിൽ എത്തുമെന്ന് വിവരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക.